സംസ്ഥാനത്ത് നിന്ന് ഒരു മന്ത്രി അവിടേക്ക് പോകേണ്ടത് മിനിസ്റ്റർ എന്ന് പറയുന്നത് ലാഘവത്തോടെ കണ്ടതല്ല. അത് സംസ്ഥാന സർക്കാർ ഞങ്ങൾ തീരുമാനിച്ചൂടെ? ഞാൻ ഇത്ര നേരം പറഞ്ഞു. ഇനി ഇത് മുഴുവൻ ഞാൻ വീണ്ടും ആവർത്തിക്കും. ഇത് ഈ മന്ത്രിസഭാ യോഗം രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇതിലൊരു തീരുമാനമെടുക്കുന്നത്. അതിന് മുൻപ് തന്നെ പേപ്പർ വർക്കുകൾ സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. അപ്പോൾ മനഃപൂർവ്വമായി കേന്ദ്രം ഈ ഒരു അനുമതി നിഷേധിച്ചതാണ് എന്നല്ലേ അതിൽ കാണേണ്ടത്? ചോദ്യത്തിന് ഞാൻ ഇതിനെല്ലാം മറുപടി പറഞ്ഞു. ഇത് വീണ്ടും ഞാൻ ഒന്നും കൂടി ആവർത്തിക്കണം, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. അല്ലെങ്കിൽ അതൊന്ന് റീവൈൻഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അതിൽ മുഴുവൻ കരുതും. അത് കാരണം ഈ ഘട്ടത്തിൽ ഇതുപോലെയുള്ള ഈ മന്ത്രി അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്? ഏത് കാര്യം ഏകോപിപ്പിക്കാൻ? എവിടെ എന്ത് ഏകോപിപ്പിക്കാനാ പോകുന്നത്? ഞാൻ ചോദിക്കട്ടെ, അല്ലല്ല മന്ത്രിയല്ല ഏകോപിപ്പിക്കുന്നത്, വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്യുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ട ചുമതല വിദേശകാര്യ മന്ത്രിക്കാണ്. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പോയിട്ട് എംബസിയിലെ ഉദ്യോഗസ്ഥന്മാര് രണ്ടുപേര് കാറിൽ അകമ്പടി സേവിക്കുക എന്നുള്ളതല്ലാതെ ഈ ആരോഗ്യമന്ത്രിക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. ഞാൻ ചോദിച്ചോട്ടെ, യോജിച്ചല്ലേ ചെയ്യുന്നത്? ഇപ്പൊ ഏതെങ്കിലും വിഷയത്തിൽ യോജിച്ച് ചെയ്തില്ല എന്നുള്ള ഒരു പരാതി എന്നൊക്കെ പറയണം. ഈ 24 പേരുടെ മേൽവിലാസം കണ്ടെത്തിയത് ഇവിടുത്തെ മന്ത്രി പോയിട്ടല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നാളെ എംപിക്കും പറയാലോ ഇതേപോലെ. ഒരു എം പി പറയുന്നു ഇരിക്കട്ടെ, എന്റെ നിയോജക മണ്ഡലത്തിലെ 2 ആളുകളുണ്ട്, ഞാനും കൂടി പോണം ആശ്വസിപ്പിക്കാൻ. മുഖ്യമന്ത്രി പറഞ്ഞത് ആശ്വസിപ്പിക്കുന്നത് നാടിന്റെ സംസ്കാരമാണെന്നാണ്. അതിനുവേണ്ടിയാണ് പോകുന്നത്. അല്ലാതെ അവിടെ ഏകോപിപ്പിക്കാനാണെന്ന് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഏകോപിപ്പിക്കാൻ എങ്ങനെ സാധിക്കും? നിങ്ങൾക്ക് സാമാന്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, വിദേശകാര്യ വകുപ്പ്, അതായത് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു സംസ്ഥാനത്തെ മന്ത്രി പോയിട്ട് ആരുടെ ഏകോപനം, എന്ത് ഏകോപനം നടത്തുന്ന കാര്യമാണ്? കഴിവില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? കഴിവിന്റെ കാര്യം മെഡിക്കൽ കോളേജിൽ കാണുന്നുണ്ടല്ലോ. കഴിവിന്റെ കാര്യം മെഡിക്കൽ കോളേജിൽ കാണുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ലത്തോണ്ടല്ലോ, അവിടെ ചെയ്യേണ്ട കാര്യമില്ലത്തോണ്ട്. അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും ഞാൻ പറയുന്നത്, ഞാൻ മുഴുവൻ പൂർത്തിയാക്കട്ടെ. ഒരു ചോദ്യത്തിന് മറുപടി ഞാൻ പറയട്ടെ. അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അത് നോക്കാനുള്ള ചുമതലയാണ് വിദേശത്തെ ഇന്ത്യൻ എംബസി. ആ എംബസിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഗൗരവം, ഈ കാര്യത്തിലുള്ള സർക്കാരിന്റെയും ജനങ്ങളുടെയും താല്പര്യം അത് ബോധ്യമാകാനും വിദേശ സർക്കാരുകളുടെ പ്രതിനിധികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ ഇന്ത്യൻ മന്ത്രിക്കേ സാധിക്കുള്ളൂ. സംസ്ഥാനത്തെ മന്ത്രിക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം ഉണ്ടാവണമെന്നില്ല. അതാണ് ഫെഡറലിസമാണിത്. അതായത് കേരളത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ, എല്ലാ സംസ്ഥാനങ്ങളുടെയും കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഭംഗിയായി നിർവഹിക്കുന്നതാണ് ഫെഡറലിസം. ഈ ഫെഡറലിസത്തിനെതിരാണ് പിണറായി വിജയന്റെ പ്രസ്താവന. ജനം തെരഞ്ഞെടുത്ത ഒരു മന്ത്രിസഭയുടെ തീരുമാനമാണത്. ജനം തെരഞ്ഞെടുത്താണെന്ന് ജില്ലാ പഞ്ചായത്ത് മന്ത്രിസഭ ജില്ലാ പഞ്ചായത്ത് എന്താ വ്യത്യാസം? അല്ലെ, നാളെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നിരിക്കട്ടെ, എനിക്ക് പോണം, എന്താ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, കുഴപ്പം എന്താ വ്യത്യാസം? അവര് തെരഞ്ഞെടുത്ത ആൾക്കാരല്ലേ. ഒരു എം പി പറയുന്നു, അതെങ്ങനെ നിങ്ങൾ സംസ്ഥാന മന്ത്രിയെ ഒരു പ്രത്യേകതയും ഒരു പാർലമെന്റ് അംഗത്തിന് എന്തിനാ വില കുറച്ച് കാണിക്കുന്നു? എല്ലാരും ഇങ്ങനെയാണ്. പക്ഷെ ഓരോരുത്തർക്ക് അവർ ചെയ്യേണ്ട ചുമതലകൾ എന്താണെന്ന് ഭരണഘടനയിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ മന്ത്രിയുടെ ചുമതല എടുക്കുക, കേന്ദ്രമന്ത്രിയുടെ ചുമതല നിർവഹിക്കുക. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ
മരണപ്പെട്ടു. അപ്പോൾ അവിടെ പോയി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ചുമതല അവിടെ ഏകോപിപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഇത്രയും കാലമായിട്ട് ഏകോപിപ്പിക്കേണ്ട. ശരി, കേന്ദ്ര സഹമന്ത്രിക്കൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങളിൽ, അതായത് സംസ്ഥാനത്തിന്റെ ആശങ്ക പകുതിയോളം അവിടെ കുറഞ്ഞേനെ. ഞാൻ ചോദിക്കട്ടെ, കൈരളിയുടെ വാദം എനിക്ക് മനസ്സിലാവും. കൈരളി എന്നുള്ളതല്ല, കൈരളിയുടെ വാദം എനിക്ക് മനസ്സിലാവും. അത് ആ വാദം നിങ്ങൾ ഉന്നയിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ്. പക്ഷേ ആ വാദം അധികം ആളുകൾക്ക് ബോധ്യമാവുന്നില്ല. അത്രേ ഉള്ളൂ. ഈ പറയുന്നത് കേരളത്തിൽ നിലകുറിച്ച് കണ്ടിട്ടില്ലല്ലേ, കേന്ദ്ര വിവേചനം കാണിക്കുന്നില്ല. പക്ഷെ കേന്ദ്രമന്ത്രിയായി അങ്ങ് വിവേചനം കാണിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോ സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. കർണാടക ശേഷം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തത് രാജഗോപാലാണ്, വേറെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് സുരേഷ് ഗോപി ആവശ്യമില്ലാതെ വലിച്ചെടുക്കരുത്. സുരേഷ് ഗോപി പറഞ്ഞതല്ല. സുരേഷ് ഗോപി ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ തൃശ്ശൂർ എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. കെ കരുണാകരന് ശേഷം കാര്യങ്ങൾ നടപ്പാക്കിയ ഒരു കേന്ദ്രമന്ത്രി ഒരു പരിധിവരെ രാജഗോപാലാണ്. അതിനുശേഷം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. നിങ്ങൾ പറയുന്നത് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അതവിടെ ഇപ്പോഴത്തെ കാര്യം അതല്ലല്ലോ, ഞാൻ ചെയ്തതിനെ കുറിച്ചല്ല. ഇപ്പോ ഈ ദുരന്ത മുഖത്ത് രാഷ്ട്രീയ നിലപാടുണ്ടാക്കാനും രാഷ്ട്രീയത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ അധിക്ഷേപിക്കുന്ന സമീപനം, ഈ സമീപനം ശരിയല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും പിണറായി വിജയൻ ഇത് തന്നെ തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കട്ടെ, ജനങ്ങൾ തിരിച്ചറിയും. ഈ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കുക എന്നുള്ള ആ ഒരു നടപടിയല്ലാതെ ഇതിൽ കൂടുതൽ മറ്റൊന്നാണ് പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിച്ചു. പക്ഷെ അതല്ലാതെ സംസ്ഥാന ജനങ്ങൾ ഈ ദുരന്ത മുഖത്ത് ഇതുപോലെയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം പറയുന്നു. അപ്പൊ ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിവാദം ഉണ്ടാകില്ലായിരുന്നല്ലോ. പൊളിറ്റിക്കൽ ക്ലിയറൻസിന്റെ രണ്ടാമത്തെ കാര്യം ഈ വിവാദത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, എന്തൊരു കാരണം യാത്രാനുമതി നിഷേധിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവില്ല. കേന്ദ്ര സർക്കാർ സമയമാകുമ്പോൾ പറയുന്നു. അത് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിക്കുന്ന സമയത്ത് അതുകൂടി ബോധ്യപ്പെടുത്തണ്ടേ? അത് പക്ഷെ ബോധ്യപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇല്ലേ? അറിയാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഫയൽ കാണിച്ചു തന്നിട്ടുണ്ട്. ആ കാണിച്ചു. പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ മറുപടി അറിയാം. ഫയൽ ഏതായാലും മുഴുവൻ വായിച്ചിട്ടാണ് കൈരളി ടിവിക്ക് മാത്രമായിട്ട് ഫയൽ കിട്ടുകയാണ്. അല്ല, കൈരളി ടിവിക്ക് മാത്രം ഫയൽ കിട്ടുന്നതാണ് പ്രശ്നം. ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്താൻ അങ്ങേപോലെ ഇതുപോലത്തെ ചോദ്യങ്ങളോട് ആ ചോദ്യങ്ങൾക്കാണല്ലോ ഞാൻ മറുപടി പറയുന്നത്. അതറിയില്ല. ഏതറിയില്ല? എന്തുകൊണ്ട് അനുമതി നിഷേധിക്കാനല്ല. അറിയില്ല എന്നല്ല, അതായത് ഞാൻ ഇന്ന് കേന്ദ്ര സർക്കാരിലെ മന്ത്രിയല്ല. അല്ല, അത് സ്വാഭാവിക. അതുകൊണ്ട് അല്ലെ പറഞ്ഞു ഞാനിവിടെ പത്രസമ്മേളനം മാധ്യമങ്ങൾ കാണുന്നത് കേന്ദ്ര സർക്കാരിലെ മന്ത്രിയായിട്ടല്ലല്ലോ. കേന്ദ്ര സർക്കാരിലെ മന്ത്രിയായിട്ടായിരുന്നുവെങ്കിൽ ആ തീരുമാനത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞേനെ. ഇപ്പൊ ഞാനത് പറയേണ്ട ഉത്തരവാദിത്തം എന്റേതല്ല. അത് ബന്ധപ്പെട്ട മന്ത്രി പറയേണ്ട സന്ദർഭത്തിൽ. അതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ഇന്ത്യ സഖ്യത്തിന്റെ താല്പര്യങ്ങളെ തുറന്നു കാണിക്കേണ്ടത് BJPയുടെ നേതാവ് എന്നുള്ള നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഇപ്പോഴെങ്കിലും രാഷ്ട്രീയം പറയരുത് എന്ന് പറയാം.